ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എന്റെ അടുത്ത യാത്രയെന്ന് പറഞ്ഞത് പുന്നത്തൂർ ആനക്കോട്ടലാണ് കേട്ടോ. ആ പോകുന്ന സമയത്ത് ഞാൻ അമ്പലത്തിനടുത്ത് കണ്ട ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു സ്റ്റാച്ചു ആണ്, ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അതിമനോഹരമായ സ്റ്റാച്ചു കേട്ടോ. ഈ സ്റ്റാച്ചുവിന് തൊട്ടടുത്ത് ഭഗവാൻ മരപ്രഭു ആയതിന് പിന്നിലുള്ള ഒരു സ്റ്റാച്ചുവും കൂടെ ഉണ്ട് കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന കവി പൂന്താനം നിത്യവും ക്ഷേത്രത്തിലെത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു. നിറഞ്ഞ ഭക്തിയോടെ സർവ്വതമർന്ന് ജപിക്കുന്നതിനിടെ പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റായിപ്പോയി. അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി. പെട്ടെന്ന് ശ്രീകൗരിൽ നിന്ന് ഞാൻ മരപ്രഭുവാണെന്ന് ഭഗവാന്റെ ഒരു അശരീരം ഉണ്ടാകുകയും പിന്നീട് പണ്ഡിതർ പൂന്താനത്തോട് മാപ്പ് പറയേണ്ടി വന്നതായും ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ ആനക്കോട്ടിലോട്ട് കയറുമ്പോഴേ ഫസ്റ്റിൽ കാണുന്ന അമ്പലമാണ്. അമ്പലത്തിന് ഫ്രണ്ടിൽ കാണുന്ന ഒരു കല്ല് വിളക്കാണ് കേട്ടോ. ആ വിളക്കെന്ന് പറഞ്ഞത് മഴയൊക്കെ നനഞ്ഞാൽ എണ്ണയൊക്കെ അതൊരു പഴമയുടെ ഒരു 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 സുഗന്ധം പരത്തുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് ഫസ്റ്റിൽ കാണാൻ പറ്റുന്നത്. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നത് കണ്ടതാണ് ഒരു കുട്ടിയാന കണ്ടോ. അത്ര കുട്ടിയല്ലേ, എന്നാൽ അത് നമ്മളെ കണ്ടപ്പോഴാണെന്നുണ്ട് ഓരോ ആൾക്കാരൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് അത് ആ ഡാൻസ് കളിക്കുകയാണത്. ക്യാമറ എടുക്കുന്നതിനനുസരിച്ച് അത് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അതൊരു നല്ലൊരു കണ്ണിന് കുളിർമ നല്ലൊരു കാഴ്ചയായിട്ടാണ് കേട്ടോ. ഫസ്റ്റിൽ കയറുമ്പോൾ തന്നെ ഇതൊക്കെ ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞത് കുറച്ച് എന്ത് പറയാൻ, അതിനൊന്നും പറയാനോ വാക്കുകളില്ല, അത്ര നല്ല രസമുള്ളതുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു അനങ്ങാൻ നിൽക്കുന്ന ഒരു ആനക്കുട്ടിയുണ്ട് കേട്ടോ. ഈ കാണുന്നത് ആനകളെ കുളിപ്പിക്കാനുള്ള കുളമാണ് കേട്ടോ. ഈ കാട്ടിനകത്ത് ഈ പുന്നത്തൂർ കോട്ടയ്ക്കകത്ത് രണ്ട് അമ്പലങ്ങളുണ്ട്. രണ്ട് അമ്പലങ്ങളിൽ ഒരു അമ്പലത്തിന്റെ സൈഡിൽ ഒരു കുളമുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം അങ്ങോട്ട്. ഇത് വേറൊരു അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കുളമാണ്. ഇവിടെയാണ് ആനകളെ കുളിപ്പിക്കുന്നതും എല്ലാ സ്ഥലങ്ങളാണ്. പുറത്തു നിന്നും ആനകളെ കുളിപ്പിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാഴ്ച നില കണ്ട, നമ്മൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം അടുത്ത് വേറൊരു ആന നിൽക്കുന്നത്. കാരണം ഞാൻ ചെത്തിപ്പോഴത്തേക്ക് കുറച്ചും രാവിലെ ആയിരുന്നു. അപ്പൊ അതിന് ഫുഡ് കൊടുക്കുന്നതും ബാക്കിയെല്ലാം കുറച്ച് കഴിഞ്ഞായിരുന്നു. ആന കുളിപ്പിക്കുന്നതും കഴിഞ്ഞായിരുന്നു. എന്തായാലും കുറച്ച് നല്ല നല്ല കാഴ്ചകളാണ് ഈ കോട്ടയിലുള്ളത്. ഈ പുന്നത്തൂർ കോട്ടയില് ഏകദേശം 60ഓളം ആനകളുണ്ട്. അതിൽ മതപ്പാടുള്ളതും മതപ്പാടില്ലാത്ത ആനകളും. മതപ്പാടുള്ള ആനകളെ കുറച്ച് മാറ്റിയാണ് ഇവിടുന്ന് കുറച്ച് മാറ്റി. അങ്ങോട്ട് പൊതുജനങ്ങൾക്ക് അനുമതിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു ഇതിൽ പറയാം, നിങ്ങൾക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഏകദേശം 2.5-3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. ഷെയർ ടാക്സി ഉണ്ട്, ഷെയർ ഓട്ടോയുണ്ട്. ഷെയർ ഓട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് 100 രൂപയുള്ളൂ. ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. പിന്നെ ബസ്സും ഉണ്ട്. തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. എയർപോർട്ട് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. പിന്നെ കഴിവതും നിങ്ങൾ രാവിലെ എത്തിച്ചേരണമെന്നാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആനയെ കുളിപ്പിക്കുന്നതും ആഹാരം കൊടുക്കുന്നതും അത് പ്രത്യേകിച്ച് അതിന്റെ മെഡിസിനൊക്കെ മിക്സ് ചെയ്താണ് അവർ ആഹാരം കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചോറൊക്കെ ഉരുട്ടി കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ എത്തിയത് കുറച്ച് ലേറ്റായി പോയി, മഴയും കൂടെയൊക്കെ ആയതുകൊണ്ടാണ് കാണാം. പക്ഷെ കാഴ്ചകൾ എന്തായാലും നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. അതിന് 100% ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ഞാൻ ഈ പുന്നത്തൂർ കോട്ടയിലെത്തുന്നത് ഒരു മഴ സമയത്താണ് കേട്ടോ. അപ്പൊ മഴ സമയത്ത് പറയുമ്പോൾ ഈ കാട്ടിനകത്ത് വെച്ച് ഈ ആനകളെ കാണുന്നതും അതൊരു ഒരു നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം ആനകളും അങ്ങനെയാണ്. കാരണം അവർ കാട്ടിൽ എങ്ങനെ ജീവിച്ച ആ ഒരു അന്തരീക്ഷത്തിലാണ് അവരും ജീവിക്കുന്നത്. അപ്പൊ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാഴ്ചയാണ് ഈ പുന്നത്തൂർ കോട്ടയിൽ. അതുപോയിട്ട് ഇവിടെ ആനകൾക്ക് പിന്നെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരും എല്ലാ സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ആനകൾക്കും ഓരോ പേരുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം ഇവിടെ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ കാണുന്ന ദേവദാസ് എന്നാണ് ഈ ആനയുടെ പേര് കേട്ടോ. പിന്നെ കുറച്ച് ആനകളുടെ പേര് മാത്രമേ ഇവിടെ ദേവസ്വം ബോർഡ് വെച്ചിട്ടുള്ളൂ. ബാക്കി ഒന്നും അവർ വെച്ചിട്ടില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് പേരൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ കണ്ട ഒരു അതിമനോഹര വേറൊരു കാഴ്ചയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ആനയെ കണ്ടോ. ഈ ആന കുളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. കാരണം പാപ്പാൻ പൈപ്പിൽ നിന്നും ആ ഓസിൽ നിന്നും വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് കൊടുത്ത് അതിന്റെ സ്വന്തമായിട്ട് അത് തുമ്പിക്കലെടുത്ത് കുളിക്കാൻ വേണ്ടി
അത് പാപ്പാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം കുറച്ചു നേരം അത് മടിച്ചു നിന്ന കേട്ടോ. എന്നിട്ട് അതിപ്പോ കുളിക്കുന്നത് നല്ലൊരു സീനുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ നിങ്ങൾ നോക്കി വയ്ക്കുമെന്ന് ഉണ്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ലൈവായിട്ട് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് എന്തായാലും ഒരു നല്ലൊരു കാഴ്ചയാണ്. ആഹാരം കഴിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ കാണാൻ നല്ലൊരു കാഴ്ചയാണ്. ഈ കാണുന്ന ആനയുണ്ട്, ഇത് നമുക്ക് അങ്ങോട്ട് നല്ല ദൂരം നിൽക്കുന്നത് കേട്ടോ. കാരണം ഇതെല്ലാം മതപ്പാടാണ്. അവിടെ ഒരു 4-5 ആനയുണ്ട്. അതെല്ലാം മതപ്പാടാണ്. ഫ്രണ്ടും ബാക്കും കാലും കൈയും എല്ലാം ചങ്ങലയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങോട്ട് അലവടില്ല. അപ്പൊ ഞാൻ ഈ ക്യാമറ ഇത് എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ, അത് വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് കേട്ടോ. അതിങ്ങനെ എന്നെ കുറെ നേരം എന്നെ വാച്ച് ചെയ്യായിരുന്നു ആന ഇങ്ങനെ കണ്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിൽ ആന നിൽപ്പുണ്ട്. അങ്ങോട്ട് നമുക്ക് വേറെ ആർക്കും അങ്ങോട്ട് അലവടില്ല അങ്ങോട്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ പുന്നത്തൂർ കോട്ടയിൽ കണ്ട ഒരു കാര്യമാണ് കേട്ടോ. നാറാണത്ത് ഭ്രാന്തന്റെ സ്റ്റാച്ചു സ്ഥാപിക്കാൻ പണിത സ്ഥലമാണിത്. പക്ഷെ ഇത് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ അതിപ്പോൾ ഏകദേശം നശിച്ച് തുടങ്ങിയതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. കാരണം മേളിലത്തെ പ്ലാറ്റ്ഫോം എല്ലാം നശിച്ചു പോയി. പക്ഷെ എന്തായാലും അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം ഈ അമ്പലത്തിന്റെ നടുക്ക് അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്നത്, ആ ഒരു സ്റ്റാച്ചു നിൽക്കുന്നത് കാണാൻ നല്ലൊരു രസമാണ്. കാരണം ഞാൻ ഇപ്പോൾ പോയപ്പോഴും എനിക്ക് തന്നെ ഇത്രയും കണ്ടപ്പോഴും എനിക്ക് നല്ലൊരു ഫീലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത് കേട്ടോ. പ്രത്യേകിച്ച് ഇതിന്റെ തൊട്ടടുത്ത് കണ്ടപ്പോൾ വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിന്റെ പഴക്കം എന്ന് പറഞ്ഞത് കണ്ടു. ഇതാണ് ആൽമരം. ആൽമരത്തിന്റെ പഴക്കം എന്ന് പറഞ്ഞത് അത് കാണുമ്പോഴറിയാം എത്ര വർഷം പഴക്കമുണ്ടെന്ന്. അപ്പം ആ ഒരു മഴയത്തെ ആ ആൽമരത്തിന്റെ ചുവട്ട് നിൽക്കാനും അവിടെ ഇരിക്കാനും കുറെ സമയം അവിടെ ഇരിക്കാനും എന്ന് പറഞ്ഞത് അതൊരു നല്ല രസമുള്ള ഒരു ഇതാണ് കേട്ടോ. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ആനക്കോട്ട സന്ദർശിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പുന്നത്തൂർ കോട്ടയിലെത്തുന്ന സന്ദർശകർക്ക് ഇവിടെ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരം ഏതാണ്ട് നശിച്ച രീതിയിലാണുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അകത്തോട്ട് പ്രവേശനം ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഇതൊരു 4 കെട്ടാണ്. 4 കെട്ട് മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഈ ആനകളെ പരിചരിക്കുന്നതിന് പാപ്പാമാർക്കുള്ള ഒരു പരിശീലന സ്കൂളായിപ്പോണ് ഈ സ്ഥലം പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 12 ഏക്കർ വിസ്തൃതിയിൽ പച്ചപ്പിൽ വ്യാപിച്ചു കിടക്കുന്നവരുമാണ് ഈ പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് കാണാനും വളരെ അതിമനോഹരമാണ്.
അത് പിന്നെ വേറൊരു കാര്യമെന്നുള്ളത്, സന്ദർശകർക്ക് ആനകളെ അടുത്തു നിന്ന് കാണാനും അവയെ കുളിപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും കാണാൻ ഇവിടെ സൗകര്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ സമ്മാനമായി നൽകുന്ന ആനകളാണ് ഇവിടെ കൂടുതലുമുള്ളത്. നിരവധി ആൾക്കാരാണ് കേട്ടോ ഈ പുന്നത്തൂർ കോട്ട ഡെയിലി സന്ദർശിക്കുന്നത്. പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, അതുപോലെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര്, പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവർ ഒരുപാട് പേര് ഈ പുന്നത്തൂർ കോട്ട സന്ദർശിക്കുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.